Don't worry. You will start speaking English very soon. എന്നുവെച്ചാ നീ കേറി വാ മോളെ സുധാമണിന്ന്. ഞാൻ ഇപ്പൊ തിരിച്ചു വരാൻ ചേച്ചി. അയൺ ബോക്സ് എടുത്ത് ചൂടാക്കാൻ കുത്തി വെച്ചേക്കോ. അതിപ്പോ പൊട്ടിത്തെറിച്ച് കാണും. കരിഞ്ഞു പോകാണ്ട് സൂക്ഷിച്ചോ. ഇതെല്ലാം പഠിക്കാൻ എനിക്ക് കുറച്ചും കൂടി ബുദ്ധി തരുമോ എന്റെ മുത്തപ്പ? ഭഗവാനേ, വിഘ്നേശ്വര, കാത്തുരക്ഷിക്കണേ. ഇതെന്താ ഈ നേരത്താണോ പഠിക്കുന്നത്? അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ? ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. രാവിലെ എണീക്കണ്ടല്ലേ? അമ്മേ, ലൈറ്റ് ഇട്ടാ എനിക്ക് ഉറക്കം വരില്ല. ശല്യപ്പെടുത്താതെ ഒന്ന് പോ. എന്റെ പൊന്നെ, എന്നാലും ആ മൈസൂർ പാക്ക് കിട്ടാതിരുന്നത് വലിയ കഷ്ടായി പോയി അല്ലേ മോളെ? സാരമില്ല അമ്മേ, പ്രവീണേട്ടൻ വന്നിട്ട് പിന്നീടായാലും പോയി വാങ്ങാലോ. മഞ്ജു, ഇതാ നീ ചോദിച്ച പാലട. ഇതെന്റെ വീട്ടിൽ വന്ന് കട്ട് തിന്നേനാ കുഞ്ഞിലെ പ്രവീണ് 2 ദിവസം പട്ടിണി കിട്ട. ടീച്ചറമ്മേ,
ഈ മുഖത്ത് ഇത്ര സന്തോഷം കണ്ടിട്ട് എത്ര കാലായി. എനിക്ക് അവനെ കാണുന്നതല്ലാതെ വേറെ എന്ത് സന്തോഷ സുധേ. ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ ആ കള്ളം വരുന്നത്, അല്ലാതെ എന്നെ കാണാനൊന്നും അല്ല. ഒന്ന് പോ ചേച്ചി. ചേച്ചി എന്ന് പറഞ്ഞാലേ ഓന് ജീവനാ. ഇത് ഞാൻ സാഗറിന് വേണ്ടി കൊണ്ടുവന്നതാ. ഇതാ. ഇത് നല്ല ബ്രാൻഡ് ആണല്ലോടാ. മാർത്താണ്ഡം പിള്ള ഇടുന്ന ഷർട്ട് പോലെ. നിനക്കിനിയും മതിയായില്ലേ? ഓ, എന്റെ ഷർട്ട് ഇനിയും നീ മോഷ്ടിച്ചോണ്ടിരിക്കുകയാണല്ലേ? പിള്ളേച്ച, ഒരു പ്രാവശ്യം ഓന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് സംഭവിച്ചു എന്ന് വിചാരിച്ചിട്ട് വെറുതെ സർവ്വതിനും ഓന്റെ മക്കിട്ട് കയറല്ലേ. ഓ, ഇവൻ എന്റെ തല തൊട്ട് സത്യം ചെയ്തതാ, ഇനി മേലിൽ നിങ്ങളെ ഷർട്ട് ഓന്റെ കൈകൊണ്ട് തൊടൂലാന്ന്. പിന്നെ അവന്റെ ഇരിക്കുന്ന എന്തോന്നാ, അണ്ടർവെയർ ആണോ? അച്ഛന്റെ ഷർട്ട് ഇത് അകത്തുണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരു തവണ കള്ളനായവനെ പിന്നെ എന്നും കള്ളൻ തന്നെ. ഇന്നലെ വരെ ഇവൻ എന്റെ ഷർട്ട് മോഷ്ടിച്ചിട്ടോണ്ട് നടന്നു. എന്നിട്ട് ഇപ്പോഴോ അവനെ മാർത്താണ്ഡം പിള്ളയുടെ സ്റ്റൈൽ അങ്ങ് മോഷ്ടിച്ചിരിക്കുക. ഇത് പിടിച്ചേ. നീ എത്രയൊക്കെ കിടന്ന് താളം തുള്ളിയാലും എന്നെ പോലെ ആകാൻ പോകുന്നില്ല. അയ്യോ, ആവേ വേണ്ട. ഇതുപോലൊരു പീസ് കേരള സംസ്ഥാനത്ത് ഉണ്ടാവൂല. ഇനിയെങ്ങാനും ഒരു പീസ് ഉണ്ടെങ്കിൽ തന്നെ അന്വേഷിച്ചാ പോലും കണ്ടു കിട്ടൂല. അത് നീ പറഞ്ഞത് കറക്റ്റാ. എന്തൊക്കെ കിഴക്കി പാടി ഇങ്ങനെ പാടി. ഇത്രയും വിലയുള്ള ഷർട്ട് ഇവന് മേടിച്ചു കൊടുക്കാൻ നീ വല്ലാണ്ടങ്ങ് പണക്കാരനായി പോയോ ജഗു? അയ്യോ, അങ്ങനെ പറയില്ലേ സുധേച്ചി. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനേക്കാൾ വലിയ വിലയൊന്നും ഈ ഷർട്ടിനില്ല. എനിക്കെന്റെ കട തിരിച്ചു കിട്ടി. അച്ഛന്റെ ഡയാലിസിസ് വീണ്ടും തുടങ്ങി. ഇതിനൊന്നും ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. താങ്ക് യു സോ മച്ച് ഡാ. ഇതാ ചേച്ചി ലഡു. എന്തിനാടാ ഇതെല്ലാം? എന്റെ ഒരു സന്തോഷത്തിനാ. എല്ലാവർക്കും ഇത്തിരി മധുരം ഇരിക്കട്ടെ. ഇതാ. പ്രിയപ്പെട്ടവരെ, ജഗ്ഗുവിന്റെ ഇസ്തിരിപ്പെട്ടി വീണ്ടും ചൂടായി തുടങ്ങിയിരിക്കുന്നു. എത്രയും വേഗം നിങ്ങളുടെ അലക്കിയ വസ്ത്രങ്ങളെല്ലാം ജഗ്ഗുവിനെ ഏൽപ്പിക്കണം. വസ്ത്രങ്ങളിലെയും മനസ്സുകളിലെയും ചുളിവുകളെല്ലാം ഒരുപോലെ മാറട്ടെ. പക്ഷെ നോട്ട് ചെയ്യാം, ഞങ്ങൾക്ക് വേറെ ബ്രാഞ്ചുകളില്ല. എനിക്ക് നല്ല ടെൻഷനുണ്ട്. ദിവസങ്ങൾ ഇങ്ങനെ കണ്ണടച്ചു തുറക്കും മുമ്പേ കഴിഞ്ഞു പോവും. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ സുധാമണിയുടെ മുന്നിലുള്ളൂ. അത് കഴിഞ്ഞാൽ അവരെങ്ങോട്ട് പോവും? അതിനുള്ളൊരു വീട് കിട്ടുമോ? അതോർത്തിട്ട് 2 ദിവസം എന്റെ ഉറക്കം കെടുക. കല്യാണം കഴിഞ്ഞ അവരെവിടെ താമസിക്കും? ഓരോ ദിവസം കഴിയും തോറും ഓരോ പുതിയ ഇഷ്യൂവാ. അതും മുമ്പുണ്ടായിട്ടുള്ളതിനേക്കാൾ സ്ട്രോങ് ആൻഡ് ബിഗ്. സുധാമണിയുടെ സ്കൂളിന്റെ ഇഷ്യൂസ് ഒരു വശത്ത്. അതൊന്ന് ഒതുങ്ങുന്നതിന് മുൻപേ വീട് കാലിയാക്കാൻ വക്കീൽ നോട്ടീസ്. അവരെ എങ്ങനെ നമുക്ക് ഹോംലെസ് ആക്കി വിടാൻ പറ്റുമോ യാമിനി? നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ? ആളിന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിലേ ഒരു പുതിയ വീടങ്ങ് വാങ്ങിച്ചു കൊടുക്കും. അതൊന്നും ഇപ്പോഴത്തെ കണ്ടീഷനില് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഓ, അപ്പോ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. കൊള്ളാം. അങ്ങനെ നിങ്ങൾ ചിന്തിച്ച സ്ഥിതിക്ക് ഞാൻ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടൊരു കാര്യം പറയാം. ഈ വീടുണ്ടല്ലോ, അവർക്കതങ്ങ് ഒഴിഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ വാടകയ്ക്കൊരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കും. എന്തേ? ഇത് തമാശ പറയാനുള്ള നേരമല്ല സന്ദീപ്. ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. നിനക്ക് തമാശയായിട്ട് തോന്നിയോ? എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. സർവ്വതും നഷ്ടപ്പെട്ട് നടുത്തെരുവിൽ നിൽക്കാൻ പോകുന്ന ഒരു കുടുംബത്തിലേക്ക് ഇത്രയും കാലം പോറ്റി വളർത്തിയ ഒറ്റ മകളെ ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞു വിടാൻ നിങ്ങൾക്കൊക്കെ എന്താ ഭ്രാന്താണോ? വീണ് കിട്ടിയ ഈ ഗോൾഡൻ ചാൻസ് യൂട്ടിലൈസ് ചെയ്ത് ഈ ബന്ധത്തിൽ നിന്ന് എങ്ങനെ പിന്മാറാന്ന് ആലോചിക്കേണ്ടതിന് പകരം അവറ്റകൾക്ക് വീടുണ്ടായി കൊടുക്കുന്നതിനെ കുറിച്ചാ ചർച്ച. സുധാമണിയും കുടുംബവും നമുക്ക് വെറും പരിചയക്കാരല്ല ഇപ്പോ. Rather, they are an integrated part of a family.
അവർക്ക് പറ്റുന്നൊരു വീഴ്ച വെറുതെ കണ്ടു നിൽക്കാനാവുമോ നമുക്ക്? അളിയൻ ഈ രാമായണം മുഴുവൻ കേട്ടിട്ട് ഇന്റഗ്രേറ്റഡ് പാർട്ട് ഓഫ് ദ ഫാമിലി പോലും. ആ ചെറുക്കനുമായിട്ടുള്ള അലയൻസ് ഇല്ലാതായ പിന്നെ ആ ഫാമിലിയുമായിട്ട് നമുക്ക് എന്താ ബന്ധം? ഇത്രയൊക്കെ കാര്യങ്ങൾ മൂവ് ചെയ്ത സ്ഥിതിക്ക് ഇനി എങ്ങനെയാ അവരോട് നമുക്ക് താല്പര്യമില്ലാന്ന് പറയുന്നത്? വേണ്ട, ഇപ്പൊ പറയണ്ട. കല്യാണമൊക്കെ കഴിഞ്ഞ് അവൾ കൺസീവ് ആയതിനു ശേഷം പറഞ്ഞാൽ മതി. അപ്പോഴേ കുറച്ചുകൂടെ എളുപ്പമാവും. ഏട്ടാ അത് പിന്നെ നിങ്ങൾക്കാർക്കും ഞാൻ പറഞ്ഞ എന്റെ സീരിയസ്നെസ് തലേ കയറുന്നില്ല. എന്നെ അങ്ങ് വിട്ടേക്ക്. ആൻഡ് ബി പ്രിപ്പയർഡ് ടു ഫേസ് ദ കോൺസിക്വൻസസ്. സന്ദീപേട്ടനെ ഇത്രയും വെറുപ്പിച്ചുകൊണ്ട് നമ്മള് അതിനെ കുറിച്ചോർത്ത് നീ വെറുതെ ടെൻഷൻ ആവണ്ട, അതൊക്കെ തനിയെ മാറിക്കോളും. ബാലുവും അപർണയുമായിട്ടുള്ള ബന്ധം വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ ഇപ്പോഴും കാണുന്നത്. സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നും അല്ലല്ലോ ഇപ്പൊ അവർക്ക് മുന്നിലുള്ളത്. പിന്നെ വേഴ്സ്റ്റ് കേസ് സിനാറിയോ, പുതിയ വീട് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അവർക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നാൽ ഫോർ ദ ടൈം ബീങ് നമുക്കവരെ ഇവിടെ താമസിപ്പിക്കാം. അതിന് ബാലുവും സുധാമണിയും സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ മഹേഷിന്? താൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. അത് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് അവരുടെ തീരുമാനം. നിന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നേ? അമ്മ കാരണമാണോ? അതെ, എന്റെ അമ്മ ഒരേ സമയം ശരിയും തെറ്റുവാ. അമ്മ ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ സ്വയം പഠിക്കണമെന്ന് അമ്മ എടുത്ത തീരുമാനം അത്ര ശരിയൊന്നുമല്ല. ഈ പ്രായത്തില് അമ്മ പഠിക്കാന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ലേ? അത് നല്ല കാര്യം തന്നെ ജീന. പക്ഷേ അമ്മയെ കൊണ്ട് 10ാം ക്ലാസ് പാസ്സാവാൻ പറ്റൂന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളത് ഒരു വലിയ പോരായ്മ തന്നെയാ. പക്ഷേ ആന്റി പ്രതീക്ഷിച്ച പോലെയല്ല. ഷീസ് എ ക്വിക്ക് ലേണർ. ചെറിയ സമയത്തിനുള്ളിൽ ആന്റി നമ്മളെയൊക്കെ ഓവർടേക്ക് ചെയ്യുമെന്നാ എനിക്ക് തോന്നുന്നത്. ബാക്കി എല്ലാ വിഷയങ്ങളും എനിക്ക് ഒരുമാതിരി നന്നായി പഠിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് അതെനിക്കൊരു ബുദ്ധിമുട്ട് തന്നെയാ. പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് സ്വയം ചിന്തിക്കുമ്പോഴാണ് അത് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടായി മാറുന്നത്. എന്നെ കൊണ്ടിത് പഠിക്കാൻ കഴിയുമെന്ന് ഈസി ആയിട്ട് വിചാരിച്ചാൽ മതി, അത് സാധിക്കും. ഞാൻ കുറെ ശ്രമിച്ചു നോക്കി സാറേ, പക്ഷെ ഇംഗ്ലീഷ് മാത്രം എന്നെ അങ്ങോട്ട് അനുസരിക്കുന്നേ ഇല്ല. ഒരുമാതിരി പറഞ്ഞാ കേൾക്കാത്ത കുട്ടികളില്ലേ, അതുപോലെ ഒന്നും തലയിൽ അങ്ങോട്ട് നിൽക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിച്ചു വെക്കാനും പറ്റുന്നില്ല. കുറച്ചായിട്ട് ശ്രമിച്ചാൽ മതി, അനുസരിച്ചോളൂ. ഈ പയ്യെ തിന്നാൽ പനയും തിന്നാന്ന് പറയാറില്ലേ, അതുപോലെ തന്നെ. ഈ ഇംഗ്ലീഷിനെ ഒന്ന് അനുസരിപ്പിക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ സാറേ? അതിന് ചില ടെക്നിക്കുകളൊക്കെ ഉണ്ട്. എന്ത് ടെക്നിക്ക്? പഠിക്കുന്ന കാര്യം വിട്ടിട്ട് മറ്റു ചില കാര്യങ്ങളെക്കുറിച്ച് സുധാമണി ഒന്ന് ആലോചിച്ച് നോക്കിയേ. മോഹൻലാലിന്റെ സിനിമ കാണുമ്പോ അതിലെ കഥയും കഥാപാത്രങ്ങളും കഥാ പശ്ചാത്തലവും എല്ലാം നമ്മുടെ മനസ്സിൽ നിൽക്കുന്നില്ലേ? അതില് ലാലേട്ടൻ പറയുന്ന എല്ലാ ഡയലോഗുകളും സുധാമണി കാണാതെ പറയുന്നില്ലേ? അതെ. ഒരു തവണ തിയേറ്ററിൽ കേൾക്കുന്ന അതിന്റെ ഒരു മ്യൂസിക് ബീറ്റ് പോലും സുധാമണിക്ക് രണ്ടാമത് എവിടെ കേട്ടാലും ഓർമ്മ വരുന്നില്ലേ? പിന്നെ ഇല്ലേ, അത് പിന്നെ എന്റെ ലാലേട്ടന്റെ സിനിമയല്ലേ, അത് ഒറ്റ പ്രാവശ്യം കണ്ടാ മതി, എന്റെ തലയിൽ അങ്ങോട്ട് കേറിക്കോളും. എന്തുകൊണ്ടാ അത്? ലാലേട്ടന്റെ സിനിമ സുധാമണിയുടെ തലയില് അതുപോലെ നിൽക്കുന്നത് എന്തുകൊണ്ടാ? ലാലേട്ടനോടുള്ള ഇഷ്ടം കൊണ്ട്. അതാണ്. ഇനി ഇത് മാത്രമല്ല, ഒരു കഥ വായിക്കുമ്പോഴും നമ്മളൊരു യാത്ര പോകുമ്പോഴും നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാം നമ്മുടെ മനസ്സിൽ അതുപോലെ ഓർത്തു വെക്കാൻ നമുക്ക് സാധിക്കുന്നു, അല്ലേ? അതെ, പറ്റുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? കാണാതെ പഠിക്കുന്നതിനേക്കാൾ കേട്ടു പഠിക്കുന്നതും കണ്ടു പഠിക്കുന്നതും കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മളെ എളുപ്പത്തിൽ സഹായിക്കും. കുട്ടികൾ ഭാഷ പഠിക്കുന്നത് കണ്ടിട്ടില്ലേ? എങ്ങനെയാ അത്? അത് കുട്ടികളല്ലേ സാർ, അത് കേട്ട് കേട്ട് പഠിച്ചോളൂ. അതെ, അതാണ് കറക്റ്റ്. കേട്ട് പഠിക്കുന്ന ടെക്നിക്ക്. കുട്ടികൾ കേട്ട് പഠിക്കുന്നത് പോലെ സുധാമണിക്കും കേട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കും. അതെങ്ങനെയാ സാറേ? അതിന് എന്റെ കയ്യിലൊരു വിദ്യയുണ്ട്. ഞാനൊരു ഹെൽപ്പ് ചെയ്യാം. എല്ലാ ചാപ്റ്ററിന്റെയും വോയിസ് നോട്ട്സ് ഞാൻ സുധാമണിക്ക് അയച്ചുതരാം.
സാറിന്റെ മൊബൈലിൽ എന്തോ മെസ്സേജ് വന്നു. എന്റെ മൊബൈലിലല്ല, സുധാമണിയുടെ മൊബൈലിൽ തന്നെ മെസ്സേജ് വന്നത്. എടുത്തു നോക്ക്. ഞാൻ ആ വോയിസ് നോട്ട്സ് അയച്ചത്. ഇനി ഇത് ഓപ്പൺ ചെയ്ത് കേട്ടു നോക്കിയേ. Let us now begin our science journey. The first chapter of our book is Chemical Reactions and Equations, അഥവാ രാസപ്രവർത്തനങ്ങളും അവയുടെ സമവാക്യങ്ങളും. You are familiar with chemicals that are around you in day-to-day life. ഇനി വീട്ടിൽ പോയി എന്ത് ജോലി ചെയ്യുമ്പോഴും നടക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും ഈ വോയിസ് നോട്ട് കേട്ട് കേട്ട് സുധാമണിക്ക് പഠിക്കാം. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നിങ്ങളുടെ അടുത്ത വീട്ടിൽ സുഹൃത്തുക്കൾ കാണുമല്ലോ. ആ ഉണ്ട്, മഞ്ജുള. ഓള എന്നെ പഠിപ്പിക്കലേ. ആ മഞ്ജുള, അവരോട് ചോദിച്ചാൽ മതിയല്ലോ. താങ്ക്സ്. താങ്ക്സ് അല്ല, താങ്ക്സ്. താങ്ക് യു. താങ്ക് യു. ശരി. സുധാമണി ചേച്ചി ഹൈടെക് ആയല്ലോ. എന്നാ സുധാമണി ചേച്ചി ഹൈടെക് ആയല്ലോന്ന്. ഞാൻ എന്റെ പാഠഭാഗങ്ങൾ കേട്ട് പഠിക്കാനും. ആ നടക്കട്ടെ നടക്കട്ടെ. വരട്ടെ ചേച്ചി. ശരി. അത് 30 രൂപ. പാവയ്ക്കൊക്കെ എത്രയാ വില? പാവയ്ക്ക കിലോ 45 രൂപ. എത്ര? 45 രൂപ. എത്ര? 45. പെങ്ങളങ്ങ ചെവിന്ന് കുന്തറായിട്ട് എടുത്ത് മാറ്റിയാലേ മറ്റുള്ളവര് പറയണത് കേൾക്കാൻ പറ്റും. ഒന്ന് മെല്ലെ പറ, എനിക്ക് പിന്നെ പഠിക്കണ്ടേ. ഞാൻ എന്റെ പാഠഭാഗങ്ങൾ കേട്ട് പഠിക്കാം. ഓ ഇവനെ കൊണ്ട് വലിയ ശല്യാണല്ലോ. എന്താ ഇപ്പൊ ചെയ്യാ? വന്നേക്കാം അവിടെ. എന്റെ പോലെ നിന്റെ ചെവി അടിച്ചു പോയോ? അല്ലെങ്കിൽ കുന്ത്രാണ്ടോ ഒക്കെ കുത്തിക്കയറ്റി വെച്ചേക്കൊന്ന് ചോദിച്ചാ? ഇത് കുന്ത്രാണ്ടോ അല്ല, ഇറ്റ് ഈസ് ഇയർഫോൺ, നോട്ട് ഹിയറിംഗ് എയ്ഡ്. ഇംഗ്ലീഷ്. അല്ല, നിന്റെ ഈ മുട കണ്ടിട്ട് പുതിയ വീടൊക്കെ സെറ്റായ ലക്ഷണം ഉണ്ടല്ലോ. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്തോ പിള്ളേച്ച. ഇനി എനക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തോളാം. ചെയ്തോ ചെയ്തോ, എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷേ ഞാൻ നിനക്കെതിരെ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്ട്രോങ് കേസാ. ഓഹോ ഓഹോ, ഈ കോളനിയിലെ കീടങ്ങളൊക്കെ എന്താ പറഞ്ഞോണ്ട് നടക്കുന്നത്? സുജാമണി സൂപ്പറാണ് എന്നല്ലേ? നീയല്ല, ഞാന് നിനക്ക് വെച്ചിരിക്കുന്ന ആ പാണ് സൂപ്പർ.